ശബരിമലയിലെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കുന്നില്ല, ഹിന്ദുക്കൾക്കിടയിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കുറവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുന്ന നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇവിടെ ശബരിമലയിൽ സ്ത്രീകൾക്ക് നല്ലതുപോലെ പ്രവേശനമുണ്ട്, പക്ഷേ യുവതികൾ ഈ നിശ്ചിത പ്രായത്തിനിടയിൽ പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ 100% പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്തൊരു ക്ഷേത്രമുണ്ട്. കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നും, അല്ലേ? എന്നാൽ യാഥാർത്ഥ്യമാണ്. ഈ പഞ്ചാബ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, ഈ പഞ്ചാബിലെ ബഗ്വാര എന്ന് പറയുന്ന സ്ഥലത്താണ് സിന്ദൂര ദേവി ക്ഷേത്രം. ഈ സിന്ദൂര ദേവി ക്ഷേത്രത്തിൽ ഒരു കാരണവശാലും പുരുഷന്മാർക്ക് പ്രവേശനമില്ല. നൂറുകണക്കിന് സഹോദരിമാർ അല്ലെങ്കിൽ ഹിന്ദുക്കളായ സ്ത്രീകളാണ് അവിടേക്ക് ദിനംപ്രതി അങ്ങ് പ്രവഹിക്കുക. ഈ ക്ഷേത്രത്തിൽ ബഗ്വാര സിന്ദൂര ദേവി ക്ഷേത്രത്തിൽ. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പുരുഷന്മാർക്ക് പ്രവേശിക്കാൻ പാടില്ല. ആരും സമരത്തിനൊന്നും നിൽക്കാറില്ല കേട്ടോ, അത് അവരുടെ വിശ്വാസമാണ്. ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ കൃത്യമായി പാലിക്കുന്നു. എന്നാൽ ഒരു ദിവസം, വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് പുരുഷന്മാർക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുക. അത് ഏതാണെന്നറിയോ? അത് ശ്രീകൃഷ്ണ ജയന്തി അല്ലെങ്കിൽ ജന്മാഷ്ടമി നാളിൽ. ഈ ജന്മാഷ്ടമി നാളിൽ എല്ലാവർക്കും പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ ഭേദമില്ലാതെ അങ്ങോട്ടേക്ക് പ്രവേശിക്കാം. അല്ലാതെ മറ്റൊരു ദിവസവും അങ്ങോട്ട് പോയാൽ അവിടെ കയറ്റില്ല. അത് കൃത്യമായിട്ട് സ്ത്രീകളുടെ മാത്രം ക്ഷേത്രമാണ് എന്ന് തന്നെ പറയാം. പക്ഷെ ആരും അവിടെ പ്രക്ഷോഭമൊന്നും നടത്താറില്ല കേട്ടോ. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താ പറയുക, നമ്മളുടെ നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഈ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട്. അവിടെയൊക്കെ വ്യത്യസ്തമായ ആചാരങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്.